കൃത്യം ഒരു ടൈമിലാണ് ക്രിസ്മസിന് ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന അവർ എൻജോയ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ തന്നെയാണ്. റൈറ്റർ ഡയറക്ടർ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? ഞങ്ങൾ നന്നായിട്ട് തല്ലുപിടിച്ച് എഴുതുന്ന റൈറ്റേഴ്സ് ആണ്. 40 ഡേയ്സിലാണ് ഞാൻ ആ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ട് തീർക്കുന്നത്. ഈ 40 ഡേയ്സിലും രാവിലെയും വൈകുന്നേരം ഓരോ സോങ് കട്ട്സ് വെച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ട ശേഷം അതിൽ ഹീറോയിനും വില്ലനും ഉണ്ട്. ഈ വില്ലൻ ഉണ്ണിയുടെ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയൊരു വൈബ് ഉണ്ട്. ഉണ്ണിയിൽ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അപർണയുടെ അടുത്ത് നമ്മളിങ്ങനെ ഷൂട്ട് നടക്കുന്നിടത്താണ് മീറ്റ് ചെയ്യുന്നത്. അപർണയുടെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞു. അപർണയ്ക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്നു. അപർണയ്ക്ക് എൻ്റെ ഒരു ഭയങ്കര താല്പര്യം ഇമ്മീഡിയറ്റ്ലി പ്രകടിപ്പിച്ചു. അപർണ ഓണാണ്. മിണ്ടിയും പറഞ്ഞും സിനിമയുടെ വിശേഷമായിട്ട് ഡയറക്ടർ അരുൺ ബോസ്, റൈറ്റർ മൃദുൽ, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ സിനിമയുടെ പേര് പോലെ തന്നെ നമുക്ക് മിണ്ടിയും പറഞ്ഞും ഈ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെ ജേർണി തുടങ്ങുന്നത് എങ്ങനെയാണ്? നമുക്ക് റൈറ്ററിൽ നിന്ന് തുടങ്ങാം. മൃദുൽ, മിണ്ടിയും പറഞ്ഞതിന്റെ ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? മിണ്ടിയും പറഞ്ഞും നമ്മൾ ലൂക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയത്ത് അടുത്ത എന്ത് എന്നൊക്കെ ഉള്ളൊരു ആലോചന നടക്കുന്നു. രണ്ടുപേരുടെയും സൈഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇൻഡിവിജ്വലി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വളരെ ഫ്രീക്വന്റ്ലി കാണുന്നവരാണ്. എന്നും വിളിക്കും, അല്ലെങ്കിൽ എന്നും മീറ്റ് ചെയ്യും. അങ്ങനെ വന്ന സമയത്ത് അരുൺ ചേട്ടൻ പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് തുടങ്ങുന്നത്. അരുൺ ചേട്ടന് വളരെ ഇഷ്ടമുള്ളൊരു ഹിന്ദി സിനിമ ഒരു ബംഗാളി ഡയറക്ടർ ചെയ്തത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പൊ അത് ഒരു ഷോർട്ട് സ്റ്റോറി ബേസ്ഡ് ആണ്. അപ്പൊ ആ ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്ത് അരുൺ ചേട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ത്രെഡ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു പേഴ്സണൽ ഫീൽ ഉള്ളൊരു ഐഡിയ ആയിരുന്നു. അപ്പം ഞാൻ പറയുന്ന ത്രെഡിൽ ബേസിക്കലി ഒരു ആദ്യ മധ്യാന്തം ഉണ്ടായിരുന്നു. എങ്ങനെ തുടങ്ങണം, എന്താണ് അതിന്റെ ഒരു മിഡിൽ പോയിന്റ്, എവിടെ ചെന്ന് അവസാനിക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ സ്ഥിരം കഥകളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിലെ മെയിൻ ക്യാരക്ടേഴ്സിന് ഒരു ക്യാരക്ടർ സ്കെച്ചും അതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയും ഒക്കെ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, കൊള്ളാം, നീ ഒന്ന് വർക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഭയങ്കര ആസ്വദിച്ചാണ് അത് എഴുതിയതെന്ന്. വളരെ പെട്ടെന്ന് എഴുതി തീർത്തു. ഈ എഴുത്തിന്റെ പ്രത്യേകത മൃദുല് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, സാധാരണ എഴുതുന്ന ആൾക്കാർ ഭയങ്കര ചിന്തിച്ച് എലോണായി സെപ്പറേറ്റഡ് ആയി സോളിറ്റ്യൂഡിലിരുന്ന് എഴുതുന്ന ആൾക്കാരാണ് നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത്. എഴുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ നേരെ തിരിച്ചാ. ഞാൻ ലുലു മാളിന്റെ ഫുഡ് കോർട്ടിൽ മൃദുല അങ്ങനത്തെ ആളെ പാട്ട് വെച്ച് എനിക്കും പ്രത്യേകിച്ച് ഇത് എഴുതിയ സമയത്ത് ഞാൻ അങ്ങനെ ബേസിക്കലി ഞാൻ വീട്ടിലിരുന്നാണ് എഴുതാറ് എപ്പോഴും. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എഴുതുമ്പോൾ. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇതിനെ പറ്റിയ മൂഡിനെ പറ്റിയ പാട്ടുകളൊക്കെ വെച്ചൊക്കെ തന്നെയാണ് എഴുതിയത്. ഇതിന്റെ ഒരു ഐഡിയ വന്നു. ഞാൻ എഴുതുന്നപ്പോൾ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കറക്ഷൻസ് വരുത്തിപ്പോയി. അത് വളരെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രീൻ പ്ലേ നമ്മൾ എഴുതി. നമ്മൾ വിചാരിച്ചാലും പെട്ടെന്ന് ആ പ്രൊജക്ട് ഓണായി. സലിമിക്കയുടെ അടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ സലിമ വന്നിട്ട് മനസ്സിലാവുന്ന പോലത്തെ ഒരു സിനിമയായിരുന്നു. അപ്പൊ ആള് അത് ചെയ്യാമെന്ന് പറഞ്ഞു വരുന്നു. പെട്ടെന്ന് കാസ്റ്റും ക്രൂ ഒക്കെ വർക്ക് ആവുന്നു. ഇതിപ്പം നമ്മളിപ്പം അനൗൺസ്മെന്റ് വന്നാലേ റിലീസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇത് പഴയ സിനിമയാണല്ലേ, പണ്ടത്തെ അനൗൺസ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഒരു സ്കെഡ്യൂൾ ഒരു 10 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അന്ന് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു ലുക്ക് ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് വീണ്ടും സെക്കൻഡ് സ്കെഡ്യൂൾ ചെയ്യുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന അത്രയും ഗ്യാപ്പ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന കണ്ടന്റ്, നമ്മൾ ആരും കണ്ടന്റ് അങ്ങനെ ഹോൾഡ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. നമ്മൾ അന്ന് അപ്പം നേരത്തെ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് കുറച്ച് പഴയ ഫിലിം ആണല്ലോ എന്നൊരു തോന്നലാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന പാരലി വിലായത്ത് ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. ഇത്തിരി നേരം ഈ ഒരു സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം നമ്മള് അപ്പൊ അങ്ങനെ ഒരു എന്തോ ഒരു നോഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഈ പറയുന്ന പോലെ അത്രയും പഴയ ഒരു സിനിമയല്ല ഇത്. നമ്മള് എനിക്ക് തോന്നുന്നു പാട്ട് മാത്രമാണ് നമ്മൾ നേരത്തെ ഒന്നാണ് ഇത് ചെയ്ത് വിട്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ഇപ്പോഴും വളരെ ഫ്രഷും കണ്ടംപററി ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റുമാണ് അതിലെ വിഷ്വൽസും ഒക്കെ. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നവരെ നമ്മൾ പിന്നെ കാണുമ്പോൾ അവരുടെ ലുക്സ് മാറിയിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഒരു തോന്നൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലുക്ക് വൈസ് ഉള്ള ഒരു ജഡ്ജ്മെന്റിലാണ് നമുക്കിതൊരു ഇവര് ഭയങ്കര മാറിയല്ലോ, പഴയ ആൾക്കാരാണല്ലോ എന്നൊരു ഫീൽ വരുന്നത്. ശരിക്കും ഒരു വളരെ ഒരു സിനിമയിൽ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് അവർ കോൺഷ്യസ് ആയിട്ട് തന്നെ ഉണ്ടാവുന്നുണ്ടല്ലോ. അത് നമ്മളെപ്പോഴും ഇവരുടെ ലുക്ക്
പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ജേർണി ഇങ്ങനെയായിരുന്നു. ജേർണി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ഇപ്പം സാധാരണ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും എവിടെയോ സ്റ്റക്കായി, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രതിബന്ധങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എല്ലാവരും വളരെ ആസ്വദിച്ചു. ഈവൻ പ്രൊഡക്ഷനും ഒക്കെ ഇപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു റൈറ്റ് ടൈമിൽ എത്തി അത് റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അപർണ നമ്മളൊരു പ്രോഗ്രാമിന് ഗസ്റ്റായി പറഞ്ഞ പോലെ ശ്രീനി സാറിന്റെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള പോലെ തന്നെയാണ് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ ഇത് കൃത്യം ഒരു ടൈമിലാണ് ക്രിസ്മസിന് ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന അവർ എൻജോയ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ തന്നെയാണ്. 2021-22 ആ ഒരു ടൈമിലൊക്കെയാണ് ഇതിന്റെ ഐഡിയ വരുന്നതും പിന്നെ ജനറേറ്റ് ചെയ്ത് വരുന്നതൊക്കെ. സോ ആസ് എ ഡയറക്ടർ എന്തായിരുന്നു മിണ്ടിയും പറഞ്ഞതിനുള്ള ഒരു തുടക്കത്തിൽ ഒരു ഫയറും ആ ഒരു ജേണിയൊക്കെ? നേരത്തെ ഇപ്പം ഇതിൽ പറഞ്ഞു തുടങ്ങിയ പോലെ എനിക്ക് ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹിന്ദി, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഹിന്ദി ഫിലിം, ഒരു ബംഗാളി ഡയറക്ടർ, അത് ഞാനിപ്പോ പറയില്ല. അപ്പോ അതേ പ്രിമൈസിൽ ഒരു സിനിമ ചെയ്യാം, അതുപോലത്തെ ഒരു ചെറിയ സിനിമ ചെയ്യാം എന്നൊരു പ്ലാനിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ആ സിനിമ ഒറിജിനലി ഒരു ബംഗാളി പ്ലേയെ ബേസ് ചെയ്തിട്ടാണ്. ആ പ്ലേ ഒറിജിനലി ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഈ സിനിമ വിട്ടു, ആ പ്ലേയും വിട്ടു, നേരെ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി ഇങ്ങെടുത്തിട്ട് അപ്പൊ അതിന്റെ ബേസ് ഐഡിയ മാത്രം, അതിന്റെ ഒരു തോട്ട് മാത്രം എടുത്തിട്ട് അതിനെ ടോട്ടലി ഒരു വളരെ സിംപിളർ ആയിട്ടുള്ള, വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കേരളത്തിലുള്ള ഒരു ടെറൈനിൽ പ്ലേസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു വേണ്ടിയും പറഞ്ഞു. ഇതിന് ഇപ്പൊ ആ കഥയുമായിട്ടും ബന്ധമില്ല, ആ സിനിമയായിട്ടും ബന്ധമില്ല. അതിന്റെ ഒരു എലിമെന്റ് മാത്രം നമ്മൾ എടുത്തിട്ട് അതിന്റെ പുറത്തൊരു സംഭവം. അപ്പൊ ഞങ്ങൾ അതിനെ പിന്നെ ഇത് റിലേഷൻഷിപ്പ് ഡ്രാമയാണ്, പറയുമ്പോൾ കപ്പിൾ ഡ്രാമയാണ്. അപ്പൊ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെന്റുകൾ ഈ സിനിമയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും എന്റെ വൈഫും അല്ലെങ്കിൽ മൃദുലിന്റെ വൈഫും റെഗുലർ ആയിട്ട് നമ്മുടെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസും നമ്മുടെ യാത്രകളും ഇലകളുടെ മിണ്ടിയും പറഞ്ഞുള്ള മൊമെന്റുകള്, ഇഷ്യൂസ്, ഇതിൽ നിന്നൊക്കെ ആണ് ഓരോ സീനും ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഓഡിയൻസിനെ സംബന്ധിച്ചിട്ട് ഇത് അവർക്ക് അവരുടെ തന്നെ റിയൽ ലൈഫ് ഈ ഉണ്ണിയും അപർണയും പോലെ രണ്ട് ആക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന പോലെ തോന്നുന്നു. അൺലൈക്ക് ലൂക്ക കുറച്ചും കൂടെ കോംപ്ലക്സിറ്റീസ്, കുറെ സങ്കീർണതകളുള്ള ഒരു പടമാണ്. ഒരു ഡ്രീം ലൈക്ക് സിനിമയാണ് ലൂക്ക. ചില സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ ലൂക്ക എന്നുള്ള സിനിമ ശരിക്കും അക്ബർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഡയറി വായിക്കുമ്പോൾ അയാളുടെ ഒരു ഇമാജിനറി വേൾഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ലൂക്ക നിഹാരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കുള്ള ലൂക്ക നിഹാരി ഇങ്ങനെ ആയിരിക്കില്ലടാ ചിലപ്പോൾ. അതാ പോലീസുകാരന്റെ ഒരു ഇമാജിനറി, അതിനകത്ത് ഒരു ഡ്രീം ലൈക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇത് കുറച്ചും കൂടെ പച്ചയായ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇപ്പം ആർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ലൂക്കിൽ നമ്മൾ ഫില്ല് ചെയ്യായിരുന്നു. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാം റിമൂവ് ചെയ്യാണ് ചെയ്തിരുന്നത്. എങ്ങനെ ഇതിനെ മാക്സിമം മിനിമൽ ആക്കാന്നുള്ളൊരു ശ്രമം കൂടെ ആയിരുന്നു. മിനിമൽ ആർട്ട് ഇസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആർട്ട് എന്ന് പറയില്ലേ. അപ്പൊ അതുപോലത്തെ ഒരു അപ്രോച്ചാണ് ഇതിനെടുത്തേക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ രണ്ട് വേ ഓഫ് മേക്കിംഗ് ട്രൈ ചെയ്തു എന്ന് തന്നെ. പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്നത് റൊമാൻസ് തന്നെയാണ്. റൊമാൻസിലേക്ക് ഞാൻ വരാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും റൊമാൻസിന്റെ രാജാക്കന്മാരാണ്. അതായത് സെൻസിബിളി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു റൊമാൻസ് ഉണ്ടല്ലോ. എനിക്കിത് ഒരാളുടെ അടുത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു റൊമാൻസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് എസ്പെഷ്യലി ഇൻ ലൂക്ക. കാരണം നമ്മുടെ പോലീസുകാരന്റെ ക്യാരക്ടർ ആയാലും, ഇപ്പുറത്ത് വരുന്ന സമയത്ത് നിഹാരികയും ടൊവിനോയും ചെയ്ത ക്യാരക്ടർ ആയാലും, അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന സമയത്ത് മിണ്ടിയും പറഞ്ഞ പോലെ വരുമ്പോൾ ഇപ്പൊ ട്രെയിലർ റിലീസ് ആയപ്പോഴും ടീസർ വന്നപ്പോഴൊക്കെ ഓക്കെ ഐ വാണ്ട്, നമ്മൾ ചില സമയത്ത് ചില ലവ് മാനിഫെസ്റ്റ് ചെയ്യില്ലേ, അതേപോലത്തെ ചില ലുക്സ് ആയാലും ചില ഡയലോഗ്സ് ആയാലും അതൊക്കെ നിങ്ങൾക്ക് അത്രയും ഭയങ്കര ജെന്യുവൻ ആയിട്ട് ജെന്റിൽ ആയിട്ട് നിങ്ങൾ പോർട്രേ ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഒരു ബേസ്, ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം സ്വന്തം ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണോ? രണ്ടുമുണ്ട് ഇന്ദ്രൻ. ഇത് സിനിമകൾ, എല്ലാത്തരം ജോണർ സിനിമകൾ കാണുമെങ്കിലും ചില ജോണറുകൾ നമ്മളെ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യില്ലേ. ഉദാഹരണത്തിന് റിച്ചാർഡ് ലിങ്ക്ലേക്കറിന്റെ മറ്റേ സീരീസ് ഇല്ലേ, ബിഫോർ സൺസെറ്റ് ബിഫോർ മിഡ് നൈറ്റ് പോലത്തെ സീരീസുകൾ, അല്ലെങ്കിൽ ഇറ്റേണൽ സൺഷൈൻ ഓഫ് ദി സ്പോട്ട്ലെസ് മൈൻഡ്, അല്ലെങ്കിൽ വൺസ് ഒരു ഐറിഷ് ഫിലിമാണ്. വളരെ രസകരമായിട്ടുള്ള, വളരെ ഇൻഡിപെൻഡന്റ് വേയിൽ ചെയ്ത ഒരു മ്യൂസിക്കൽ ഐറിഷ് ഫിലിമാണ്. പക്ഷെ അതിലൊരു റിലേഷൻഷിപ്പ് ഡ്രാമയാണ് പറയുന്നത്. ഇതെപ്പോഴും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല, ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. എനിക്കിതൊരു
എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രഹേളിക തന്നെയാണ് ആണും പെണ്ണുമായിട്ടുള്ള ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പം ലിറ്ററി വർക്ക് എടുത്താലും പെയിന്റിങ്സ് എടുത്താലും ഒക്കെ ഫ്രം ദ ടൈം ഹ്യൂമൻ മനുഷ്യരുണ്ടായ കാലം അല്ലെങ്കിൽ ആർട്ട് ഉണ്ടായ കാലം മുതലേ ഈ ഇക്വേഷനും തന്നെയല്ലേ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല പല ഫോമിൽ നമ്മൾ കണ്ടോട്ട് ഇന്നും അത് അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ തന്നെ പല പല ഫോംസ് ട്രൈ ചെയ്യാനുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ കൂടുതൽ എടുക്കുന്നത്. പിന്നെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇത്രയും റിലേറ്റബിൾ ആയിട്ട് ഇത്രയും നമ്മൾ ഈ റൊമാൻസിനെ എപ്പോഴും ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫിലിം ഫെസ്റ്റിവലിന് പലപ്പോഴും റൊമാൻറ്റിക് സിനിമ അയച്ചു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്കൽ സിനിമകളാണ് കൂടുതൽ അവിടെ പിക്ക് ചെയ്യുന്നത്. നല്ല റൊമാൻസ് എന്തുകൊണ്ട് അവിടെ പിക്ക് ചെയ്യുന്നില്ല? പലപ്പോഴും റൊമാൻസ് ഇസ് ഈക്വലി പൊളിറ്റിക്കൽ എന്ന് ഞാൻ പറയും. അതിന്റെ പല ഫോമുകൾ, പല നറേറ്റീവ്സ് ഉണ്ട്, പല ശൈലികളുണ്ട്, പല ജോണറുകളിലൂടെ റൊമാൻസ് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു വളരെ വലിയൊരു സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നേരത്തെ എന്തിനും പറഞ്ഞ പോലെ നമ്മളൊരു സാധാരണ പൈങ്കിളി പടം അല്ല, ഒരു ടിപ്പിക്കൽ ഒരു പൈങ്കിളി ഫിലിം അല്ല ഞാൻ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ മാച്യൂർഡ് റിലേഷൻഷിപ്സ് ആണും പെണ്ണും തമ്മിലുള്ള, അത് ഹസ്ബൻഡ് വൈഫ് ആണെന്ന് നിർബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു താല്പര്യം. പിന്നെ ഞാൻ പറയുന്നത് ഏറ്റവും റിലേറ്റബിൾ ആണ്, നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നുണ്ടല്ലോ. പ്രണയത്തിൽ പൈങ്കിളിയുണ്ട്. പൈങ്കിളി ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ആ പൈങ്കിളിയുടെ അളവ് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനും എന്റെ വൈഫും കല്യാണത്തിന് മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ വർഷങ്ങളായിട്ട് മെഡ്രാസിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. മെഡ്രാസ് സിസ്റ്റം കോളേജിലാണ് പഠിച്ചത്. എൻ്റെ വൈഫ് MCCയിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. പക്ഷെ ഞാൻ പാസ് ഔട്ട് ആയ ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ ഇതിന് ശേഷം ഞങ്ങൾക്ക് കുറെ കാലമായിട്ട് അറിയുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഞാൻ ഈ സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്, വഴക്കുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4-5 മേ ബി ഒരു 6-7 ഇയേഴ്സ് പരസ്പരം ഇഷ്ടപ്പെട്ട ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അതും കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ എടപ്പള്ളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എടപ്പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ചൊരു സ്പേസ് ഷെയർ ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ ഇടയ്ക്കുള്ള പ്രണയം ആക്ഷൻ ഉണ്ടായത്. എന്റെ പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഇത്രയും കാലം നമ്മൾ പ്രണയിക്കുകയായിരുന്നില്ല. ഒരു സ്പേസ് ഒരാണും പെണ്ണും ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഞാനൊരു വൈറ്റ് ടീ ആണെങ്കിൽ അവളൊരു ബ്ലാക്ക് കോഫിയിൽ തുടങ്ങുന്നതാണ്. ഇപ്പോഴും ലുലുമാളിലൊരു PVR സിനിമ കാണാൻ പോവാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സിനിമയും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സിനിമയും കാണാൻ പോകുന്നതാണ്. അത് ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഇത് പോസിബിൾ അല്ല. നിനക്ക് എന്തുകൊണ്ട് എന്റെ കൂടെ വന്നുകൂടാന്നുള്ളത്? എനിക്ക് ഇപ്പം ഈ പറയുന്ന റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ റൊമാൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഇന്ദ്രൻ പറഞ്ഞ ഒരു കാരണം തന്നെയാണ്. അതായത് നമ്മള് എന്താ പറയുക, മാനിഫെസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം എന്റേത് ഒരു പ്രണയവിവാഹമായിരുന്നില്ല. ഞാൻ പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടായിരുന്നു. അപ്പം എഴുത്തിലത് പറയില്ല. എന്റെ ഒരു പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം നന്നായിട്ട് പ്രണയിച്ചതാണ്. നമ്മളുടെ റിലേഷൻഷിപ്പ് കണ്ട് എന്റെ വൈഫ് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചവരുണ്ട്, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അതിനെ വിശ്വസിക്കുന്നത് ഈ പറയുന്ന പോലെ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം വർക്ക്ഔട്ട് ആകുമ്പോൾ അതിൽ റിലേഷൻഷിപ്പ് റൊമാൻസ് വർക്ക്ഔട്ട് ആവും എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ റൊമാൻസിൽ മാത്രം ഒതുങ്ങുന്നല്ല, എന്തിലാണെങ്കിലും ഒന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്സ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ പ്രേക്ഷകന്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം അവര് കാണുന്നുണ്ട്, അവരുടെ ലൈഫ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. ഈ പറയുന്ന ബോയ് മീറ്റ്സ് എ ഗേൾ, ദേ ഫെൽ ഇൻ ലവ് ആൻഡ് ദേ ലീവ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയുന്നത് 100-ൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു സ്ട്രെയിറ്റ് പാത്താണ്. എക്സാക്ട്ലി. ബാക്കി എല്ലാവരും കടന്നു പോകുന്ന, പ്രണയത്തിലുള്ളവർ അല്ലെങ്കിൽ വിവാഹം അറേഞ്ച് മാരേജിൽ പോകുന്നവരൊക്കെ കടന്നു പോകുന്ന വളരെ ഇങ്ങനെ കൺവൊല്യൂട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞിട്ടൊക്കെയാണ് എത്തുന്നത്. അപ്പം അവരുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം, വളരെ ഈസിലി നടന്നു വന്നു. പക്ഷെ അവര് ചോദ്യം ചെയ്യും. റൈറ്റർ ഡയറക്ടർ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്? ഞങ്ങള് നന്നായിട്ട് തല്ലുപിടിച്ച് എഴുതുന്ന റൈറ്റേഴ്സ് ആണ്. ഇവിടെ കോൺവെർസേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എനിക്ക് ഞാൻ എഴുതി വെക്കുന്ന ഒരു സംഭവം ചേട്ടൻ വിഷ്വലൈസ് ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അതപ്പം തന്നെ പറയും. അതൊരു ലാർജർ കോസ്റ്റില് മൃദുല് ത്രൂ ഔട്ട്, ലൂക്കയാണെങ്കിലും മിണ്ടിയും പറഞ്ഞാണെങ്കിലും ത്രൂ ഔട്ട് സെറ്റിൽ ഉണ്ടാവും. സോ എനിക്ക് അപ്പം വേണ്ടത് അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പം മാറ്റങ്ങൾ വരുത്തി
ഇപ്പൊ എന്താ വെച്ചാൽ സിനിമയുടെ ഒരു സ്വഭാവം, സിനിമ എന്നുള്ള ആർട്ട് ഫോമിൽ എല്ലാം കൊളാബറേറ്റേഴ്സ് ആണ്. അതെ. നമ്മൾ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് മാത്രമല്ല, ക്ലൈമറ്റ് ഒരു കൊളാബറേറ്ററാണ്, ലൊക്കേഷൻ ഒരു കൊളാബറേറ്ററാണ്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ സിനിമ ഓർഗാനിക്കലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ചെന്ന് ഭയങ്കര ഒരു എക്സ്റ്റീരിയർ ഷോട്ട് എടുക്കാൻ പോവാണ്. അത് എടുക്കേണ്ടത് വളരെ പ്ലെയിൻ സ്കൈയുടെ ബാക്ക്ഡ്രോപ്പ് ആണ്. പക്ഷെ അവിടെ ഒരു ഹൈ റേഞ്ച് പ്രതലം ഫുൾ ഫോഗി ആണെങ്കിൽ സ്മാർട്ട്ലി നമുക്ക് ചില പ്ലേ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് അതനുസരിച്ച് നമ്മൾ ഈ സിനിമയിൽ തന്നെ ഉണ്ട് അങ്ങനത്തെ മൊമെന്റുകൾ ഭയങ്കരമായിട്ട് ട്വീക്ക് ചെയ്തേക്കുന്നത്. ലൂക്കയിൽ ഉടനീളമുണ്ട്. ലൂക്കയുടെ ക്ലൈമാക്സ് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ ഒരു തോട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ക്ലൈമാക്സ് എലാബറേറ്റ് ചെയ്തതാണ്. പിന്നെ ലൂക്ക മരിച്ചു കിടക്കുന്ന എവിടെയാണെന്നുള്ള ഡിസൈഡ് ചെയ്തത് ഷൂട്ട് തുടങ്ങിയ ഒരു 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമാണ്. ഇതിന് സിനിമയ്ക്ക് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. ആൻഡ് യു ആർ നോട്ട് സ്പോയിലിംഗ് ദ പ്രൊഡ്യൂസറുടെ കാശ് വെച്ചിട്ടുള്ള കളിയല്ലത്. അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു സ്മാർട്ട് പ്ലേ അവിടെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ റൈറ്റർ എന്ന് പറയുന്ന ഒരു കൊളാബറേറ്റർ ഒരു തോട്ട്, ഇതിപ്പം ലൂക്കയുടെ പ്രൊമൈസും ഫസ്റ്റ് ആ ഒരു ഐഡിയ, ഞാൻ ചെന്നൈയിൽ എൻ്റെ റൂമിൽ നിന്ന് ബെസനഗർ ബീച്ചിൽ നടക്കുന്ന വഴിക്ക് റോഡിൽ കൊണ്ട ഒരു ആക്രിക്കടയിൽ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്സ് ഇരിക്കുന്നുണ്ട്. റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ കളക്ഷൻസ് ആയിരുന്നു. അപ്പൊ അതിൽ തൂക്കിയിരിക്കുന്നുണ്ട് ഒരു ബുക്ക് 30 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത് വെച്ചിട്ടൊരു അസാമി ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാജീവ് ബക്കത്തിയിൽ. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച് പോവാണ്. ഈ പുസ്തകം പലരുടെയും കൈമറിഞ്ഞു വന്നതല്ലേ, അപ്പൊ ഇതിനെ ഫോളോ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനൊരു കഥയുണ്ട്. സപ്പോസ് ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ ആർക്കും എഴുതിയ ലെറ്റർ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ വെച്ച് നമുക്ക് വേറെ സിനിമ കഥ ഉണ്ടാക്കാം. ഇങ്ങനെ പറഞ്ഞ് ഒരു ചായക്കട ചെന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് സപ്പോസ് ഈ പുസ്തകത്തിന്റെ താളുകൾ പോയിസൺഡ് ആണെങ്കിൽ, എനിക്ക് ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇതൊരു സ്ലോ പോയിസൺ ആയിട്ട് എനിക്ക് എഫക്ട് ചെയ്യില്ലേ എന്നുള്ളൊരു തോട്ട്. അപ്പൊ അതിലൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സിനിമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊമൈസ് അവിടെ ഉണ്ട്. ഈ തോട്ടിൽ നിന്നാണ് പിന്നെ ഞങ്ങൾ മൃദുലിന്റെ അടുത്ത് സംസാരിക്കുന്നത്. മൃദുൽ അന്ന് തിരക്കഥ എഴുതി തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ മൂവാറ്റുപുഴയ്ക്ക് തിരിച്ചു വന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഇതൊരു ലവ് സ്റ്റോറി, ഒരു യൂഷ്വൽ ലവ് സ്റ്റോറി അല്ല, നമ്മളതിനെ വേറൊരു രീതിയിൽ പാക്കേജ് ചെയ്യാം. പാട്ടിന്റെ പ്ലേസ്മെന്റ് ഇസ് അമേസിങ്. ഇപ്പൊ ലൂക്കയിലെ പാട്ട് യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പോർഷനും, ഇപ്പൊ പാടിയതായാലും മ്യൂസിക് ഡയറക്ഷൻ ആയാലും റിലിക്സ് ആയാലും അതിന്റെ പ്ലേസ്മെന്റ് ആയാലും എല്ലാം അപ്രീസിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഒരുപാട് പേര് ലൂപ്പിലുള്ള പാട്ടുകളാണ്. ഇപ്പൊ പിന്നെയും പറഞ്ഞതിലേക്ക് വരും മാരവില്യൻ ഗോപുരങ്ങളിലും അതേപോലത്തെ പാട്ടുകൾ. ഇവിടേക്ക് വരുമ്പോൾ അപർണ പാടുന്നുണ്ട്, സൂരജിന്റെ കോമ്പോസിഷൻ ആണ്. സോ പാട്ടുകളുടെ പ്ലേസ്മെന്റ് എങ്ങനെ നിങ്ങൾ സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ അത് എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്? ബേസിക്കലി നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ എവിടെയാണ് നമുക്ക് പാട്ട് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിലുള്ള എക്സാക്ട് വിഷ്വൽസ് അല്ല ഞാൻ പറയുന്നത്, എന്താണ് ഒരു മൊണ്ടാഷിൽ പോകേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക്. പിന്നെ നമ്മൾ രണ്ടുപേരും ബേസിക്കലി പാട്ട് ഒരുപാട് കേൾക്കുന്ന ആളുകളും, നേരത്തെ പറഞ്ഞില്ലേ എഴുതാനിരിക്കുമ്പോൾ പാട്ട്, അത് സ്കൂൾ ടൈമിൽ തുടങ്ങിയ ശീലമാണ്. നമ്മൾ റെക്കോർഡ് എഴുതാനൊക്കെ ഇരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചുകൊണ്ടിരുന്ന് എഴുതുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ, എനിക്ക് പാടാനേ പറ്റില്ല. ഞാൻ പിന്നെയും പാടുന്ന ഒരാളാണ്. അപ്പം ഇത് നമ്മുടെ ഇതിലുണ്ട്. പ്ലസ് നമുക്ക് അതിന് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് 2 സിനിമകൾക്കും കിട്ടിയ മ്യൂസിക്കിന് കിട്ടിയ കൊളാബറേറ്റർ രക്ഷയില്ലാത്തൊരു മനുഷ്യനാണ് സൂരജ്. ഭയങ്കര കണ്ടംപററി ആണ്, എന്നാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. എല്ലാ പാട്ടിനും സൂരജിന്റെ എല്ലാ പാട്ടിനും ഒരു ഹുക്ക് പോയിന്റ് ഉണ്ട്. അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഫസ്റ്റ് ഞാൻ സൂരജിനോട് വർക്ക് ചെയ്ത സമയത്തെല്ലാം നമ്മൾ ഫസ്റ്റ് ആ സൂരജ് ബേസ് ട്രാക്ക് കേൾപ്പിക്കുമ്പോഴേ നമ്മൾ സെറ്റാണ് അതിൻ്റെ അകത്ത്. അല്ല ചെറിയ ഡയറക്ടറിന്റെ സൈഡിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളുണ്ട്, എന്നാൽ പോലും അതിന്റെ ഒരു ബേസിക് എലമെന്റ് സൂരജ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ 2 സിനിമകളിലും ഇതിന്റെ ഒരു ആദ്യ കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്ന പോലെ സൂരജ് ഉണ്ട്. ഈ ഒരു ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്, എനിക്ക് സൂരജ് സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്, പരിചയമുള്ള ഒരാളാണ്. ഞാൻ ഡോക്യുമെന്ററീസ് ആയിട്ട് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സെൽഫ് ഷൂട്ടിംഗ് ഡോക്യുമെന്ററീസ് ആണ് പലപ്പോഴും ഒരു ക്യാമറ ആയിട്ട് നടന്ന. ട്രൈബൽ ഡോക്യുമെന്ററീസും ആർട്ടിനെ പറ്റിയുള്ള ഡോക്യുമെന്ററീസ് ഒക്കെയാണ്. അപ്പൊ ആ സമയം പോലെ സൂരജ് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു തോട്ട് വരുമ്പോൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരു കോൺസെപ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ കോറൈറ്ററായിട്ട് മൃദുലിനോട് സംസാരിക്കുന്നത് ആ സമയം പോലെ ഞാൻ സൂര്യയായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു എന്തായിരിക്കും ഇതിനൊരു മ്യൂസിക് സ്ട്രക്ചർ എന്നുള്ളതും ഒക്കെ ആ സമയം പോലെ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ സ്ക്രിപ്റ്റ് ആയി കഴിയുമ്പം അതിൻ്റെ പ്ലേസ്മെന്റ് വെച്ചിട്ട് റീവർക്ക് ചെയ്യും.
പിന്നെ ഞാൻ മ്യൂസിക്കലി ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. മ്യൂസിക്കിന്റെ എസ്പെഷ്യലി ഇന്ത്യൻ സിനിമയുടെ വേൾഡിനുള്ള കോൺട്രിബ്യൂഷൻ ആണ് സോങ്സ്. യെസ്, അതെ. ഓക്കെ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ല ഇല്ല, നമ്മൾ പാട്ടുകളെ അവോയ്ഡ് ചെയ്യണതിൽ ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്ര ആണ് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കുള്ള പ്രോബ്ലി ഒരു വെസ്റ്റേൺ വേൾഡിൽ അത് അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ പാട്ടുകളുള്ള സിനിമകൾ എപ്പോഴും കാലാതീതമായിട്ട് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കും. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലം പോലെ കണ്ടിട്ടുള്ള പാട്ടുകളുള്ള സിനിമകൾ, ആ പാട്ടുകൾ നമ്മൾ ആ സിനിമയെ പറ്റി ഇപ്പം കഴിഞ്ഞ ദിവസം മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ, അതിൽ നെറ്റിയിൽ പൂള്ള ആ സോങ്, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ സിനിമ മുഴുവൻ തലക്കകത്ത് പോയിക്കൊണ്ടിരിക്കുക. ഇത് അതുകൊണ്ട് തന്നെ മ്യൂസിക്കൽസിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മ്യൂസിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഇന്ന് കൂടുതലും മൊണ്ടാഷുകളാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് കൊറിയോഗ്രാഫ്ഡ് ആണെങ്കിൽ ഇന്ന് കുറച്ചും കൂടെ സമയത്തിന്റെ ട്രാൻസിഷനും അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ ട്രാൻസിഷനും അതിനു വേണ്ടിയിട്ടുള്ള മൊണ്ടാഷുകളായിട്ടാണ് നമ്മൾ പാട്ടുകളെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പാട്ടുകൾ കൂടുതൽ മൊണ്ടാഷുകളാണ്. സത്യത്തിൽ ലൂക്കയില് ഒരു സോങ് കഴിച്ച എല്ലാ സോങ്ങും ഞാൻ തന്നെയാണ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അതുപോലെ എനിക്കൊരു വർക്കിംഗ് രീതിയുണ്ട്. ഞാൻ ഏർലി മോർണിംഗ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു സോങ് കട്ടിലായിരിക്കും. അപ്പോൾ ആ മോർണിംഗ് ലൈറ്റിനെ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഗോൾഡൻ അവർ ടൈമിൽ കുറച്ച് സോങ് കട്ട്സ് എടുത്തായിട്ട് ഞാൻ എപ്പോഴും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴേക്കും എല്ലാവരും വാമപ്പായി കഴിയും സീനിലേക്ക്. അപ്പോൾ ലൂക്കയില് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലൂക്കയിലെ 4 പാട്ടുകളും മറ്റേ ബാൻഡ് സോങ് ഒഴിച്ച്, ബാൻഡ് സോങ് 2 നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കി 3 സോങ്സും സിനിമയുടെ ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ ഷൂട്ട് പോയിട്ടുണ്ട്. ഈ 40 ഡേയ്സിലാണ് ഞാൻ ആ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ട് തീർക്കുന്നത് ലൂക്കയുടെ. ഈ 40 ഡേയ്സിലും രാവിലെയും വൈകുന്നേരം ഓരോ സോങ് കട്ട്സ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുകളും അതിനൊപ്പം തന്നെ തീരുന്നുണ്ട്. ഇതെല്ലാം പിന്നെ ലൂക്കയില് ടൊവിനോ ആർട്ടിസ്റ്റ് ആണല്ലോ. ഏറ്റവും വലിയൊരു ആർട്ട് ടീം വർക്ക് ചെയ്തൊരു സിനിമയാണ് ലൂക്ക. അനീസിന്റെ ടീമായിരുന്നു ഏറ്റവും വലുത്. ഏറ്റവും കൂടുതൽ ഇന്റേൺസ് വർക്ക് ചെയ്തൊരു സിനിമയും കൂടെയാണ്. ഇപ്പം ഒരാൾ ലെതറിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, ഒരാൾ മെറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, ഒരാൾ വേറെ എന്തെങ്കിലും സ്ക്രാപ്പ് മെറ്റീരിയൽ. അപ്പോൾ അവിടെ എന്താണ് ഞാൻ ഒബ്സർവ് ചെയ്തത്, അത് ടൊവിനോയെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് ഒരേ കണ്ണാൽ ഫുൾ സോങ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ഇതിൽ വരികയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ മിനിമലാണ്. മിണ്ടി പറഞ്ഞു സിനിമയുടെ സ്വഭാവം പോലെ തന്നെ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ പോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക്കും ഏറ്റവും മിനിമലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യം തന്നെ സൂരജായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂരജ് തന്നെ ഒരു കോൺവെർസേഷനിൽ വന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു ഈ കപ്പിളിൻ്റെ ഡിസ്റ്റൻസ്, പിന്നെ അവരുടെ പ്രണയം, പിന്നെ അവരുടെ ഇടയ്ക്കുള്ള ഒരു വില്ലനും ഉണ്ട്. ഇതെല്ലാം ചേർത്ത് വരുന്ന ആ കഥയുടെ മുഴുവൻ എലിമെന്റ്സ് ചേർത്തിട്ട് ഒരു പാട്ട് എഴുതി തരാമോ, ഞാൻ അത് കമ്പോസ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെയാണ് മണല് പാറുന്നൊരി എന്ന് പറഞ്ഞൊരു പാട്ട് സുജേഷ് ലിറിക് എഴുതുന്നത്, കവിതയായിട്ട് എഴുതുന്നത്, പിന്നെ സൂരജ് അത് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ ഈ സിനിമ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതില് മിണ്ടി പറഞ്ഞില് മൊണ്ടാഷ് അല്ലാതൊരു സോങ് ഉള്ളത്. മൊണ്ടാഷ് എന്ന് വെച്ചാൽ കുറച്ച് കൊറിയോഗ്രാഫ്ഡ് ലുക്ക് ഉള്ളൊരു സോങ് ആണ് ആദ്യം റിലീസ് ചെയ്ത ഒരു നീയേ നെഞ്ചില്. ഒരു ഹാഫ് ഡേ അങ്ങനെ 2 ഹാഫ് ഡേ കൊണ്ട് ഷൂട്ട് ചെയ്തൊരു പാട്ടാണ്. ഒരു റൂമിൽ 2 റൂമിൽ മാത്രമായിട്ട്. പക്ഷെ ആ പാട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ട ശേഷം അതിൽ ഹീറോയിനും വില്ലനും ഉണ്ട്. ഈ വില്ലൻ എനിക്ക് മനസ്സിലായത് അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ നമ്മുടെ ക്യാരക്ടേഴ്സിൽ വരികയാണെങ്കിൽ ഉണ്ണിയുടെ ക്യാരക്ടർ ആയാലും അതേപോലെ തന്നെ അപർണയുടെ ക്യാരക്ടർ ആയാലും ഫസ്റ്റ് ചോയ്സ് ഇവര് തന്നെയായിരുന്നു. പിന്നെ ബാക്കി ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് RJ മുരുകൻ ഉണ്ട്, വിജിത ഉണ്ട്, ജാഫ്രക്ക ഉണ്ട്, ജൂഡ് ഉണ്ട്, മാലചേച്ചി ഉണ്ട്. സോ നമുക്കെല്ലാം ക്ലോസ് ടു ഹാർട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, നമുക്ക് അറിയാവുന്ന ആൾക്കാർ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുമെന്ന് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ്. സോ അതിന്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ ഹൈ റേഞ്ച് സെറ്റിങ്ങിലുള്ള അല്ലെങ്കിൽ തൊടുപുഴ, ഇത് ഞങ്ങളുടെ തന്നെ ജോഗ്രഫി തന്നെയാണ്. ഇത് ആ രീതിയിൽ ഭയങ്കര റിലേറ്റബിൾ ആണ് കേട്ടോ ഈ സിനിമ. എഴുത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഈസിനെസ് തോന്നിയത് ഇത് തൊടുപുഴ, മൂവാറ്റുപുഴ പോലെ ആ ഹൈ റേഞ്ച്, ചെറുതോണി, മുരിക്കാശ്ശേരിയുള്ള ആ ഒരു റൂട്ട് ഫോളോ ചെയ്തിട്ടാണ് ഈ സിനിമ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഒക്കെ ആദ്യം എഴുതി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന ഒരു മുഖമാണ് അപർണ. എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നമ്മളൊരു റെഫറൻസ് വെച്ചിരുന്ന മുഖം
അപർണയുടേതായിരുന്നു. അത് അപർണ Okay. സിനിമയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് അറിയില്ല. ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ ഡയലോഗ് എഴുതുമ്പോൾ ഒരു മീറ്ററിനൊക്കെ വേണ്ടിയിട്ട് അപർണയെ ആലോചിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനോട് അത് പറയുകയും ചെയ്തു. നമുക്ക് അപർണ ഇത് ചെയ്തല്ല, നമ്മളത് പ്രൊഡ്യൂസറോട് സംസാരിച്ച പ്രൊഡ്യൂസർ നമ്മളോട് ആദ്യം പറഞ്ഞ ചിലപ്പോ സലീമൊക്കെ പറഞ്ഞത് അപർണ തിരക്കായിരിക്കും, ഞങ്ങളുടെ ഒരു പടം ഇപ്പൊ ചെയ്യുന്നുണ്ട്, നമുക്ക് സംസാരിച്ചു നോക്കാം. സുന്ദരികാണ്ഡ പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ എന്തുകൊണ്ടോ നമുക്ക് അപർണ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ഹാങ് ഓവർ കിടക്കുന്നതുകൊണ്ടാണ് മഹേഷിന്റെ പ്രതികാരമൊക്കെയാണെങ്കിൽ. അപ്പോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ ബെസ്റ്റ് പീപ്പിൾ അല്ല റൈറ്റ് പീപ്പിൾ ആണ് ഒരു നല്ല വർക്കിന് ജോയിൻ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ലൂക്കയിലും അത് തന്നെയാണ്, ഹാൻഡ് പിക്ക് ചെയ്ത ആൾക്കാരാണ്. ലൂക്കയിലെ DOP നിമിഷ ഫസ്റ്റ് വർക്കാണ്. ഐ ലിറ്ററലി ഹാൻഡ് പിക്ക് എവ്രിബഡി. ഇപ്പൊ ടൊവി ഫസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് ടൊവിനോ വലിയ സ്റ്റാർ ഒന്നും അല്ലല്ലോ. 7th ഡേയും കൂതറയൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ടൊവിനെ മീറ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഏറ്റവും ആദ്യം ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അപർണയുടെ അടുത്ത് നമ്മളിങ്ങനെ ഷൂട്ട് നടക്കുന്നിടത്താണ് മീറ്റ് ചെയ്യുന്നത്. അപർണയുടെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞു. അപർണക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്നു. അപർണക്ക് എൻ്റെ ഒരു ഭയങ്കര താല്പര്യം ഇമ്മീഡിയറ്റ്ലി പ്രകടിപ്പിച്ചു. അപർണ ഓണാണ്. ഇതേപോലെ തന്നെയാണ് ഉണ്ണി എടുത്തിരുന്നത്. ഉണ്ണിയെടുത്തൊരു മീറ്റിംഗ് ജസ്റ്റ് ഉണ്ണിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ആ സമയത്ത് ഉണ്ണിയും കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പുതിയ പ്രോജക്റ്റുകൾക്കായിട്ട്. ഞാൻ ഉണ്ണിനെ മീറ്റ് ചെയ്യുന്നു. ഉണ്ണിയുടെ ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമുക്ക് കിട്ടിയൊരു വൈബ് ഉണ്ട്. ഉണ്ണിയിൽ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഉണ്ണി ഇങ്ങനത്തെ ഒരു വളരെ റൂട്ടഡ് ആയിട്ടുള്ള വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രം. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തിന് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നല്ല, ഉറപ്പായിട്ടും ഓഡിയൻസ് ഉണ്ണിമുകുതനെ മറക്കും, അപർണ ബാലമുരളിയെ മറക്കും. സനലിന്റെയും ലീനയുടെയും വേൾഡ് ആയിരിക്കും. അത് അവരത്രയും അതിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് കാണിച്ചുകൊണ്ടാണ്. അത് ആ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എനിക്ക് എവിഡന്റ് ആയിരുന്നു. പിന്നെ ഉണ്ണിയെ സംബന്ധിച്ചിട്ട് ഉണ്ണിയാണെങ്കിലും അപർണയാണെങ്കിലും സെറ്റിൽ എനിക്ക് ത്രൂ ഔട്ട് അവൈലബിൾ ആണ്. രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയം മുതൽ ഇവർ രണ്ടുപേരും നമ്മുടെ ഒപ്പം ഉണ്ട്. ആ ഡേ ഫുൾ. അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാരവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമ്മുടെ ഒപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സമയം കിട്ടുന്ന സമയം മുഴുവൻ ഇവര് സ്പെൻഡ് ചെയ്തിരുന്നത്, രണ്ടുപേരും സ്പെൻഡ് ചെയ്തിരുന്നത് അവിടുന്ന് നാട്ടുകാരായിട്ട് സംസാരിക്കാനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ്, ഞാനൊരു കടയുടെ മുന്നിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഉണ്ണി അവിടെ നിന്നൊരു കുട്ടിയായിട്ടിരുന്ന് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡയലോഗ് പറഞ്ഞു നോക്കുകയാണ്. അപ്പൊ അതുപോലെ പിന്നെ ഇവരെ കാണാൻ നാട്ടുകാര്, ചെറുതോണി മുരിക്കാഴ്ച സൈഡിലുള്ള ആൾക്കാർ റെഗുലർ ആയിട്ട് വന്നിരുന്നു. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പിന്നീടാണ് ഐ ഫൈൻഡ് ഉണ്ണിമുകുന്ദൻ എന്നുള്ള വ്യക്തിയിൽ ഒരു മെത്തഡ് ആക്ടർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു സിനിമ കഴിച്ച ശേഷം എനിക്കറിയാം. കാരണം ഇതിന്റെ ഫസ്റ്റ് സ്കെഡ്യൂളിൽ ഞാൻ ഉണ്ണിമുകുന്ദന്റെ അപർണയുടെയും പ്രസന്റ് ആണ് ഷൂട്ട് ചെയ്തത്. സെക്കൻഡ് സ്കെഡ്യൂളിലാണ് ഇവരുടെ പാസ്റ്റ്. പക്ഷെ ഈ ഒരു ഗ്യാപ്പിന് ശേഷം വന്ന ഉണ്ണിമുകുന്ദന്റെ ലുക്ക് ആൻഡ് ഫീൽ മാത്രമല്ല മാറിയിട്ടുണ്ടായിരുന്നത്, അവരുടെ ഓൺ സെറ്റിലുള്ള സ്വഭാവ രീതി വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഐ ഹാവ് ബീൻ ഒബ്സർവിങ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഇവർ രണ്ടുപേരും ഇനിയും എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ആർട്ടിസ്റ്റുകളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവർ അത്രയധികം കമ്മിറ്റ്മെന്റ് ആ ക്യാരക്ടേഴ്സിനോട് കാണിച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് ഉദ്ദേശിച്ച കെമിസ്ട്രിയും റിസൾട്ട് ഉണ്ടായത്. അത് ഐ മീൻ അതേപോലെ തന്നെയാണ് മറ്റ് ആർട്ടിസ്റ്റുകളുടെ കേസിൽ ഇവർക്കൊക്കെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഇല്ല, ചെറിയ ചെറിയ സ്ക്രീൻ സ്പേസുകളേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അവരുടെ റൈറ്റ് ആയിരുന്നു ക്യാരക്ടേഴ്സ്. ചില ഇപ്പം ജാഫർക്ക അല്ലെങ്കിൽ മാല ചേച്ചിയൊക്കെ നമുക്ക് നമ്മളൊരു ഡ്രാഫ്റ്റ് ആവുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്ന രൂപങ്ങളായിരുന്നു. ആൻഡ് അവര് ജാഫർക്കയുടെ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഒരു ഇടുക്കിക്കാരൻ കൂടി ആയതുകൊണ്ട് ആളുടെ ഒരു ഇംപ്രവൈസേഷനും സാധനങ്ങളൊക്കെ നന്നായിട്ട് അതിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുരുമുളക് പറിക്കാൻ മരത്തിന് മുകളിൽ കയറുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ജാഫ്രിക്കയാണ് പെട്ടെന്ന് പറഞ്ഞത്, കുരുമുളക് പറിക്കാൻ കയറുന്നവര് കെട്ടുന്നതിനൊരു രീതിയുണ്ട്, ഇത് ഇങ്ങനെ കെട്ടിത്തരാൻ പറഞ്ഞിട്ട് ജാഫ്രിക്കയാണ് അത് കെട്ടിയിട്ട് കയറുന്നത്. അവര് മുളക് പറിച്ചിട്ട് ബാക്കിലേക്ക് ഇട്ടിട്ടാ പോകുന്നത്. അപ്പൊ അത് ആളൊരു ഭാണ്ഡം പോലെ പുറകിൽ കെട്ടും അത്. അപ്പൊ അങ്ങനത്തെ നുവാൻസസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരുപാടൊന്നും കണ്ടിട്ടില്ലാത്ത എന്നാൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കും നേരത്തെ പറഞ്ഞ പോലെ വിജിത, പിന്നെ സഞ്ജു മധു, സഞ്ജു ലക്ഷ്മി കപ്പിളിലെ സഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. സഞ്ജുവിന് ഇവിടെ 2-3 സീനുകളേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ലൈവ് ആക്കിയിട്ടുണ്ട് ആള്. ശിവ ഹരിഹരൻ ഇതിലൊരു ചെറിയ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സഞ്ജുവിന്റെ ആദ്യത്തെ സ്ക്രീൻ. പിന്നെ ജൂഡേട്ടൻ വന്നിട്ടാണെങ്കിലും ജൂഡേട്ടന്റെ ഒരു ക്യാരക്ടർ നമ്മൾ എഴുതി വെച്ചിരുന്ന സാധനത്തിനൊക്കെ ഇങ്ങനെ എല്ലാവരും നമുക്ക് ഒരു പടി മുകളിൽ ആ ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്ത സാധനം തന്നിട്ടുണ്ട്. അത്
ചേട്ടൻ പറഞ്ഞ പോലെ അത് വന്നങ്ങ് ഭവിച്ച് ബ്ലെൻഡിനായി വന്ന കേസാണ്. ചിലതൊന്നും നമ്മള് നമുക്കിപ്പം അതിന് മുമ്പ് ഇപ്പം ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലതിലൊക്കെ. അപ്പൊ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്, പുള്ളി വായിച്ചു കഴിഞ്ഞിട്ട് ഇത് കൊള്ളാമായിരിക്കും, നമ്മളൊരു ചെറിയ ഓഡീഷൻ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നവരാണ്. പക്ഷെ അവരാരും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ മുഴച്ചു നിൽക്കാന്ന് പറയില്ലേ, അങ്ങനെ വന്നിട്ടില്ല. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ഇൻ ആയിട്ടുണ്ട് സിനിമയിലേക്ക്. പിന്നെ സിനിമയുടെ ഓരോ സീനുകൾ കോമൺ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെൻഡർ ചെയ്ത് അതിനൊന്ന് ഇമ്പ്രൂവൈസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എപ്പോഴും ഷൂട്ടിലേക്ക് മെയിൻ പരിപാടിയിലേക്ക് കിടക്കാറുള്ളൂ. അപ്പൊ ഇത് ആദ്യമേ തന്നെ എൻഡ് ഓഫ് ദ ഡേ ഓഡിയൻസ് ബാക്കി എല്ലാ ടെക്നിക്കാലിറ്റി ഒക്കെ മറന്നേക്കും. ഓഡിയൻസ് എൻഡ് ഓഫ് ദ ഡേ ശ്രദ്ധിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഹൗ ദേ ബിഹേവ് എന്നുള്ളതാണ് ഓൺ സ്ക്രീൻ. അത് ഏറ്റവും കൺവിൻസിങ് ആണ്, അത് ആ സീൻ വർക്കാണ്. അപ്പൊ ഈ ഇക്വേഷൻ ആദ്യം പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ ഫസ്റ്റ് റൂൾ ഓഫ് ഡയറക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത്. അത് തന്നെ ഇവിടം വരെ ഉണ്ട്. ആൻഡ് മിണ്ടിയും പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് മിണ്ടിയും പറയാനുള്ളൊരു മോട്ടിവേഷൻ ആവട്ടെ. ഇതേപോലെ റിലേഷൻഷിപ്പിന് കുറച്ച് സ്ട്രോങ് വാല്യൂ മിണ്ടിയും പറഞ്ഞും കൊണ്ടുവരട്ടെ. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ്. നമ്മൾ ഒരുപാട് എക്സൈറ്റ്മെന്റോടുകൂടെ വെയിറ്റ് ചെയ്യാണ് അപർണയുടെയും അതേപോലെ തന്നെ ഉണ്ണിയുടെയും നിങ്ങളുടെയും വേറൊരു ഡിഫറെന്റ് വേർഷൻ കാണാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us here today. താങ്ക് യു. എല്ലാവരും പടം കാണണം. തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.